എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3, എക്സ് നോട്ട് ഈക്വൽ ടു 0 ആയാൽ x⁴ പ്ലസ് 1/x⁴ വില എന്ത്? ഇവിടെ എക്സ് മൈനസ് 1/xൻ്റെ വാല്യൂ 3 എന്ന് നൽകിയിരിക്കുന്നു. നമുക്ക് x⁴ പ്ലസ് 1/x⁴ വില കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് അറിയാമെങ്കിൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതിൽ ആദ്യത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു n ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു n² മൈനസ് 2 ആയിരിക്കും. അതുപോലെ രണ്ടാമത്തത് എക്സ് മൈനസ് 1/x ഈക്വൽ ടു n ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു n² പ്ലസ് 2 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് എക്സ് മൈനസ് 1/x ഈക്വൽ ടു 3. ഇത് നമുക്ക് തന്നിരിക്കുന്ന രണ്ടാമത്തതിൻ്റെ രൂപത്തിലാണ്. എക്സ് മൈനസ് 1/x ഈക്വൽ ടു n എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് x² പ്ലസ് 1/x² വാല്യൂ എങ്ങനെ എഴുതാം? n² പ്ലസ് 2 ആയിരിക്കും. എന്നിൻ്റെ സ്ഥാനത്ത് 3 വന്നു. അപ്പോൾ 3² പ്ലസ് 2, 3ൻ്റെ സ്ക്വയർ 9, 9 പ്ലസ് 2 ഈക്വൽ ടു 11. നോക്കുക, ഇപ്പോൾ x² പ്ലസ് 1/x² ഈക്വൽ ടു 11 എന്ന് വന്നു. ഇതിൽ s²ൻ്റെ സ്ഥാനത്ത് y എന്നായിരുന്നെങ്കിൽ ഇത് y പ്ലസ് 1/y, x² പകരം y എന്നാണെങ്കിൽ y പ്ലസ് 1/y ഈക്വൽ ടു 11 എന്നല്ലേ വരിക. ഇത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ്റെ രൂപത്തിലല്ലേ, എക്സ് പ്ലസ് 1/x ഈക്വൽ ടു n എന്നുള്ള രൂപത്തിലല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ ആദ്യത്തെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇവിടെ എക്സ് പ്ലസ് 1/x ഈക്വൽ ടു n ആണെങ്കിൽ x² പ്ലസ് 1/x² ഈക്വൽ ടു n² മൈനസ് 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് y² പ്ലസ് 1/y² ഈക്വൽ ടു n² മൈനസ് 2, എന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 11, 11² മൈനസ് 2 എന്ന് വരും. ഇനി ഓർക്കുക, y എന്ന് നമ്മൾ കൊടുത്തത് x²നാണ്. അപ്പോൾ y²ൻ്റെ സ്ഥാനത്ത് x²ൻ്റെ സ്ക്വയർ എഴുതണം. y എന്ന് കൊടുത്തത് x²നാണ്, അതുകൊണ്ട് y² x² പ്ലസ് 1/x² ഈക്വൽ ടു 11ൻ്റെ സ്ക്വയർ 121 മൈനസ് 2, x²ൻ്റെ സ്ക്വയർ x⁴ പ്ലസ് 1/x⁴ ഈക്വൽ ടു 119 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഉത്തരം 119. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഇവിടെ y എന്ന് എഴുതാതെ തന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മാത്രം മതി. ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം.